ഇന്ത്യയിൽ ഒരു സിനിമാക്കാരനെ തേടി എത്താൻ പോകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. അത് ലാലേട്ടന് കിട്ടി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അറിയുന്ന ഒരു മലയാളി എന്ന നിലയിൽ, ഒരു സിനിമാ സ്നേഹി എന്ന നിലയിൽ, ലാലേട്ടനെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം. ആ കാര്യത്തെക്കുറിച്ച് മമ്മൂക്ക ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു കൊളീഗ് എന്നതിനേക്കാളുപരി ഒരു സഹോദരനായി കാണുന്ന തൻ്റെ പ്രിയപ്പെട്ട മോഹൻലാലിന് അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു ആശംസ. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നിങ്ങളിത് ഈ കിരീടം പൂർണ്ണമായും അർഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ്. ഈ ലാലേട്ടനും മമ്മൂക്കയും മലയാള സിനിമയെ ഇങ്ങനെ നമ്മുടെ മുന്നിൽ രണ്ട് സ്ട്രോങ് പില്ലേഴ്സായിട്ട് താങ്ങി നിർത്താൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. അവർക്കിടയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മത്സരം തന്നെയുണ്ട്. പക്ഷേ ഒരാൾക്കൊരു പുരസ്കാരം കിട്ടുമ്പോൾ, ഒരാൾക്കൊരു തളർച്ച ഉണ്ടാകുമ്പോൾ അവരിരുവരും പരസ്പരം കാണിക്കുന്നൊരു സ്നേഹം, ബഹുമാനം, കരുതൽ എന്നൊക്കെ പറയുന്നൊരു കാര്യമല്ലേ. ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ എങ്ങനെയാണ് വേണ്ടതെന്ന് അവരിരുവരും നമുക്ക് കാണിച്ചു തരാണ്. തൊട്ട് മുമ്പ് ബിഗ് ബോസ് എപ്പിസോഡ്സിനെ കുറിച്ച് അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ലാലേട്ടനെ കുറിച്ച് അദ്ദേഹം ബിഗ് ബോസിൽ അടക്കം പറയുന്ന നിലപാടുകളെക്കുറിച്ച് അപ്പുറത്തിരുന്ന് പല ആളുകളും പലതരം അഭിപ്രായങ്ങൾ പറയും, പല രീതിയിൽ അതിനോട് പ്രതികരിക്കും. പക്ഷേ മോഹൻലാൽ അയാളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, അയാളെ അർഹിക്കുന്ന പുരസ്കാരങ്ങൾക്ക് പിന്നാലെ. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ലാലേട്ടന് നമ്മുടെ വക ഒരു കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ഡേ 48 ഇന്ന് ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡാണ്. പലവിധ പ്രതീക്ഷകളുമായി ഒരുപാട് ആളുകൾ കാത്തിരുന്ന ഒരു എപ്പിസോഡാണ്. കുറച്ച് ആളുകൾക്ക് തീർച്ചയായും ഒരു നിരാശയുണ്ടാവും. എപ്പിസോഡ് കണ്ടു തുടങ്ങിയ സമയത്ത് എനിക്കും ആ നിരാശ ഫീൽ ചെയ്തിരുന്നു. എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസിനെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ബിഗ് ബോസ് നമുക്ക് നീതി പ്രദാനം ചെയ്യുന്ന നീതി ദേവതയോ അല്ലെങ്കിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര അവാർഡ് പ്രഖ്യാപിക്കുന്ന ചലച്ചിത്ര അക്കാദമി ഒന്നുമല്ല. അവരൊരു അമ്പല കമ്മിറ്റി പോലെയാണ്. പരിപാടിയിൽ മാറ്റങ്ങൾ വരുത്താൻ, നിയമത്തിൽ ഭേദഗതി വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്ന് പറയുന്ന പോലെ മുന്നോട്ട് പോകുന്നൊരു പരിപാടിയാണ്. കഴിഞ്ഞ ആഴ്ച ആദിലയ്ക്കും നൂറയ്ക്കുമെതിരെ ഉണ്ടായ ഒരു മനുഷ്യത്വ വിരുദ്ധമായ പരാമർശത്തിനെ ഇങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളതുകൊണ്ട് അതുപോലെയുള്ള എല്ലാ പരാതികളെയും ഇങ്ങനെ ഡീൽ ചെയ്തേക്കാം എന്നവർക്ക് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് അവരത് ഇങ്ങനെ ഡീൽ ചെയ്തല്ലോ എന്നാലോചിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. എന്നാൽ പോലും നെവിന് നീതി കിട്ടുക, ആര്യനും റെനയും തമ്മിലുണ്ടായ ആ പ്രശ്നത്തിന് ഒരു വ്യക്തത വരുത്തുക, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിൽ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളതാണ്. റെനയുടെയും ആര്യൻ്റെയും വിഷയം അത് അവർ തന്നെ പരസ്പരം സംസാരിച്ചൊരു സോറിയൊക്കെ പറഞ്ഞ് പിന്നീടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുത്തിപ്പൊക്കൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഇപ്പോൾ ആരും സംസാരിക്കുന്നില്ല. അതൊരു വിഷയമായി ഇപ്പോൾ ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് റെനയ്ക്കും ആര്യനും ഇടയിൽ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരവസ്ഥയിലാണുള്ളത്. എന്നാൽ അതേസമയം നെവിനെക്കുറിച്ച് ഷാനവാസ് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ തീർച്ചയായും നെവിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു എപ്പിസോഡിൽ മുഴുവൻ അയാൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ആ വിഷയം ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കണമെന്നും തൻ്റെ ഭാഗത്ത് തെറ്റുകളില്ല എന്നുള്ളത് ലാലേട്ടനും പ്രേക്ഷകരും ഒക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഷാനവാസും ആദിലയും ഏറ്റുപറയുകയും വേണം എന്ന് പറയുന്നൊരു കാര്യം അയാൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. നമ്മളത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിനേറ്റ മുറിവാണ്. പക്ഷേ അത് ലാലേട്ടൻ ഡയറക്റ്റായി ചർച്ചയ്ക്കെടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പോലും നെവിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം അയാൾ വിജയിച്ച ദിവസം തന്നെയാണ്. ഒന്നും അറിയാതെ ഷാനവാസ് ലാലേട്ടൻ ഈ വിഷയം അപ്പോൾ പറയില്ലായിരിക്കും, പാസ്റ്റിനെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയൂ എന്ന് പറയുന്ന കാര്യമൊക്കെ കേൾക്കുമ്പോൾ ഷാനവാസ് അങ്ങ് നിറഞ്ഞാടുകയായിരുന്നു, നിറഞ്ഞ സന്തോഷമായിരുന്നു. അതായത് സാധാരണ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ഷാനവാസ് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടെ നിൽക്കട്ടെ, നെവിൻ്റെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ നെവിനും അതുപോലെ നെവിൻ്റെ ആ ഒരു വിഷയം കണ്ടിട്ടുള്ള, അതിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ തുല്യനീതി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ജിസൈലിനും ആര്യനും ഏറ്റ അപമാനം, അല്ലെങ്കിൽ ഒനീലിനേറ്റ അപമാനം, അതുമല്ലെങ്കിൽ ആദിലയ്ക്കും നൂറയ്ക്കും ഏറ്റിട്ടുള്ള അപമാനം, അവിടെ ലാലേട്ടൻ കൃത്യമായി ഈ വിഷയം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവതരിപ്പിക്കുകയും ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നീതി ഉറപ്പാക്കുകയും പ്രേക്ഷകർക്ക് അവരുടെ കാര്യത്തിലുള്ള പിന്തുണ എന്താണെന്നുള്ളത് അറിയിക്കുകയും ഓപ്പോസിറ്റ് സൈഡിലുണ്ടായ, അതായത് അവർക്ക് ഏറ്റ അനീതി എന്ന് പറയുന്നത് തെറ്റാണെന്നും ആവർത്തിക്കപ്പെടരുതെന്നും ലാലേട്ടൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായും അത്തരമൊരു നീക്കം തന്നെയാണ് നമ്മൾ നെവിൻ്റെ കാര്യത്തിലും പ്രതീക്ഷിക്കുക. ആ പ്രതീക്ഷിക്കൽ ഒരു തെറ്റൊന്നുമല്ല. തീർച്ചയായും അതൊരു നീതിയുടെ ഭാഗമായി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നീതിബോധത്തിൻ്റെ ഭാഗമായി നെവിനും അങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടണം, അയാൾക്ക് നീതി ഉറപ്പാണോ എന്ന് നമ്മൾ ചിന്തിക്കും. ഒരു പക്ഷേ നാളത്തെ എപ്പിസോഡിൽ ഈ വിഷയം അഡ്രസ്സ് ചെയ്യുകയും കുറച്ചും കൂടി വ്യക്തത വരുത്തുകയും ചെയ്യുമായിരിക്കാം. പക്ഷേ ഇന്നത്തെ ലാലേട്ടൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈലും അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ, ഇപ്പോൾ ഉദ്ദേശം ഒരു അരമണിക്കൂറോളം അവരൊരു ക്വിസ് പരിപാടി സംഘടിപ്പിക്കുന്നത് പോലെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടെന്ന് വിശ്വസിക്കുന്നു, അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ അതിനൊക്കെ ഇടയിലും ലാലേട്ടൻ പറഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ ഒരു എപ്പിസോഡിൽ ഉടനീളം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് നോക്കുമ്പോൾ നാളെ ഇത് ചർച്ചയ്ക്ക് എടുത്തു വെക്കാനുള്ള സാധ്യത ഇല്ലെന്നാണ് മനസ്സിലാവുന്നത്. അതിൻ്റെ കാരണം ഇതിപ്പോൾ ഒരു ഫുൾ പാറ്റേണായി മാറിയിരിക്കുകയാണ്.
ആളുകളെ ഒന്നെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിൻ്റെ പേരിൽ, അവരുടെ സെക്ഷുവാലിറ്റിയുടെ പേരിൽ, ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ പേരിൽ, അല്ലെങ്കിൽ അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയും ഒരു വിഭാഗവും ഇതാണ് എന്നുള്ള പേരിൽ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരാളെ ആക്രമിക്കുകയാണ്, വ്യക്തിഹത്യ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരാൾ ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ടായിരിക്കും കുറച്ച് ആളുകളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുക, അതിനെ വ്രണപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത്. തെറ്റാണ് ചെയ്യുന്നത്. അപ്പുറത്ത് നീതി നിഷേധിക്കപ്പെടുന്ന ഒരാളും ഉണ്ടാകുന്നുണ്ട്. ലാലേട്ടൻ വരുന്നു, ഈ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നു. ഇത് ആരാണോ മോശമായി ഈ ഒരു സിറ്റുവേഷൻ ഉപയോഗിച്ചത് അവരെ താക്കീത് ചെയ്യുകയും അപ്പുറത്തുള്ള ആൾക്ക് ജനപിന്തുണ ഉണ്ട് എന്ന് പറയുന്ന കാര്യം ഉറപ്പാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ കഴിഞ്ഞ എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളും എടുത്ത് നോക്കിയാൽ എല്ലാത്തിലും ഇത് തന്നെ. ലാലേട്ടന് വന്നിട്ട് ചെയ്യാൻ ആകെ ഒരൊറ്റ പണിയേ ഉള്ളൂ. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, ജനങ്ങളുണ്ട്, നിങ്ങൾ ചെയ്ത് ശരിയായിട്ടില്ല, ഈ മേലാൽ ഇത് ആവർത്തിക്കരുത്. ഇത് പറയുന്നതിനപ്പുറത്തേക്കൊരു കൃത്യമായ നടപടി എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തോന്നുന്നൊരു ബുദ്ധിമുട്ടാണ്. അതേസമയം ഇത് വന്ന് പ്രസൻറ്റ് ചെയ്യുന്ന ലാലേട്ടനാണെങ്കിലും ബിഗ് ബോസിനാണെങ്കിലും ഇതേ കാര്യം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറ്റവാളിയാക്കപ്പെടുന്ന ആൾക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഇരയാക്കപ്പെടുന്ന ആൾക്കും ഇവർക്കെല്ലാവർക്കും കുറച്ചും കൂടി ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക്, അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ ഗെയിമിനെ കുറിച്ച് സംസാരിക്കാനോ ഇവിടെ പറ്റുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ എല്ലാ എപ്പിസോഡുകളെ കുറിച്ചും നമ്മൾ ചെയ്യുന്ന എല്ലാ അനാലിസിസിലും, ഒരുപക്ഷെ എല്ലാ അനാലിസിസിലും നമ്മളും പറയുന്ന കാര്യമാണ് ഇവിടെ ഗെയിമില്ല, ഗെയിം സംഭവിക്കുന്നില്ല. ആളുകൾ ഒരു ഗെയിം ഇറക്കി അത് വിജയിക്കുമോ പരാജയപ്പെടുമോ, ഇതിപ്പോൾ എല്ലാവർക്കും ഒരേ കാർഡാണ്. ലാലേട്ടൻ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റിയെ കുറിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതാണെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് ഇവിടെ വന്നതല്ല, നിങ്ങൾ മത്സരാർത്ഥികളാണ്. മത്സരാർത്ഥികളാകുമ്പോൾ നിങ്ങൾക്ക് ഗെയിം ഉണ്ടാവണം. ആ ഗെയിം നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതും അതുപോലെ ബിഗ് ബോസ് വിലയിരുത്തുന്നതും ജനങ്ങൾ വിലയിരുത്തേണ്ടതും. പക്ഷേ ഇവിടെ ഗെയിം എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്നില്ല. എല്ലാം വ്യക്തിപരമായ പ്രശ്നങ്ങളിലേക്ക്, പാസ്റ്റിലുള്ള പ്രശ്നങ്ങൾ എടുത്തിടുക, പുറത്തുള്ള പ്രശ്നങ്ങൾ എടുത്തിടുക, അല്ലെങ്കിൽ അവരുടെ സെക്ഷുവാലിറ്റിയോ ജെൻഡർ ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ അവരുടെ നേച്ചർ, അവരുടെ സ്വഭാവമോ ഇതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഈ വ്യക്തിഹത്യ നടത്തുന്ന, ആത്മാഭിമാനത്തിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പരിപാടികൾ മാത്രമായി, ഇത് സോൾവ് ചെയ്യാന്നുള്ളൊരു പരിപാടി മാത്രമായി ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വീക്കെൻഡിൽ ലാലേട്ടൻ ഈ വിഷയം പരിഹരിച്ചു, അല്ലെങ്കിൽ ഈ വിഷയം ഒരുപാട് സമയമെടുത്ത് തന്നെ സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ കുറച്ച് പഞ്ച് ഡയലോഗുകളൊക്കെ ആയിട്ട് ഇതിടപെട്ട് സംസാരിച്ച് സോൾവ് ചെയ്തു എന്ന് വിചാരിക്കും. ഇത് അടുത്ത ആഴ്ചയും സിമിലർ ആയിട്ടുള്ള രീതിയിൽ ആവർത്തിക്കപ്പെടും. കാരണം ഇതിനകത്തിരിക്കുന്ന മറ്റ് ഗെയിമേഴ്സ് നോക്കുമ്പോൾ ഓക്കെ, ഇങ്ങനൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ വരും. അപ്പോൾ കൂടുതൽ ആളുകൾ നമ്മുടെ പേരുകൾ പറയും, ലാലേട്ടൻ നമ്മുടെ പേര് ഇങ്ങനെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പുറത്ത് ആളുകൾ ഒരുപാട് കണ്ടൻറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും. ഇത് നമുക്കൊരു കണ്ടൻറ്റാണ്. അതായത് പെട്ടെന്ന് പിടിച്ച് പുറത്താക്കാത്ത രീതിയിൽ എന്നാൽ ഇതുപോലൊരു സിമിലർ പരിപാടി ഞാനും പിടിക്കുകയാണെങ്കിൽ തീർച്ചയായും എനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും എന്നൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ അനുമോൾ അത് ശ്രദ്ധിച്ചിരുന്ന് കാണുന്ന ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയത് അടുത്ത ആഴ്ച അനുമോൾ സിമിലർ ഒരു സാധനം പൊക്കി പിടിച്ചുകൊണ്ട് വരുമെന്നാണ്. ചിലപ്പോൾ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത വീക്കെൻഡിലേക്ക് മറ്റാരെങ്കിലും ആയിരിക്കും ഈ ഒരു പാറ്റേൺ പിടിക്കുക. ഇവർ ഇതിനകത്തൊരു കണ്ടന്റ് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ലാലേട്ടൻ പറഞ്ഞത് ആളുകൾ ഇതിനെ ഒരു കണ്ടന്റായി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കാർഡ് നമ്മൾ ഇവിടെ വെച്ച് കീറുകയാണ്. ഇനി ഈ പരിപാടി എടുത്തുകൊണ്ട് വരരുത്, അല്ലെങ്കിൽ ഈ പാറ്റേൺ നിങ്ങളൊരു ഗെയിമായിട്ട്, ഒരു സ്ട്രാറ്റജി ആയിട്ട്, കണ്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ ആ കാർഡ് കീറുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സൈഡുണ്ട്. സൊസൈറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമാണത്. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ചേരി തിരിഞ്ഞ് അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് വ്യക്തികളെ ആക്രമിക്കുകയും അതുപോലെ തങ്ങളുടേതായിട്ടുള്ള അജണ്ടകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഷാനവാസ് നെവിനെ കുറിച്ചൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഷാനവാസിൻ്റെ ഭാഗം നിന്നുകൊണ്ട് തങ്ങളുടെ പൊളിറ്റിക്സ് ബാക്കിയുള്ള ആളുകളിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ നെവിൻ്റെ ഭാഗം ചേർന്ന് നിന്നുകൊണ്ട് ഇതൊരു ആക്രമണ പരിപാടിയായി നമുക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ബേസിക്കലി കഴുകന്മാരാണ്, പുറത്ത് നിൽക്കുന്ന കഴുകന്മാർ ഈ വിഷയത്തിനെ എടുത്തുകൊണ്ട് പോയി ഇത് സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാക്കി മാറ്റാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടിയിൽ നിന്ന് എടുക്കണ്ട എന്ന് പറയുന്നൊരു തീരുമാനവും ഒരുപക്ഷെ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഈവൻ ലാലേട്ടന് പോലും പറയാമല്ലോ, എന്താ മോനെ എല്ലാ ആഴ്ചയും ഞാൻ ഇത് തന്നെയല്ലേ ചെയ്യുന്നത്, നമുക്കിതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ലേ, നമുക്കിതൊന്നും മാറ്റി പിടിക്കാം, അല്ലെങ്കിൽ ഈ കാർഡ് നമുക്ക് ഇവിടെ വെച്ച് കീറാം എന്ന് ചിലപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞതും ആവാം. കാര്യം അയാളൊരു മനുഷ്യനല്ലേ, അങ്ങേർക്കും മടുക്കൂലേ. ലാലേട്ടൻ വളരെ വ്യക്തമായി ഇവർക്ക് കൊടുക്കുന്ന വാണിംഗ് ഉണ്ട്. 50 ദിവസങ്ങളാവുന്നു, അതായത് ഗെയിമിൻ്റെ പകുതിയാവുന്നു. ഇനിയുള്ള 2 ആഴ്ച എന്ന് പറയുന്നത് നിങ്ങളൊരു ഫർണസ് പോലെയുള്ളൊരു സ്ഥലത്ത് നിന്ന് വെന്തുരുകാൻ പോവുകയാണ്. അതായത് 50 ദിവസം നിങ്ങളിവിടെ നിന്നില്ലേ, നിങ്ങൾക്ക് കളിക്കാവുന്ന എല്ലാ ചീപ്പ് പരിപാടികളും ഗെയിമുകളും ഒക്കെ നിങ്ങൾ കളിച്ചില്ലേ, ഇനി ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെ ഗെയിം മാറാൻ പോവുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. ഇതിനേക്കാൾ കൂടുതൽ നിങ്ങളെ ഇട്ട് ഉരുക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് വരുന്നത്. ബി റെഡി ഫോർ ഇറ്റ്. ഇതുവരെ നിങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്ന ഈ കാർഡ് ഇനി ഇറക്കണ്ട. നിങ്ങൾക്കിനി ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ സംസാരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളിത് വളരെ സീരിയസ് ആയി നോക്കി കാണണമെന്നാണ്. നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് തന്നെ എടുത്ത് നോക്കുക. എപ്പിസോഡിൻ്റെ പകുതിയോളം, അതായത് 30 മിനിറ്റോളം ലാലേട്ടൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്.
ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡ്സ് PSC ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമാണോ, അല്ലെങ്കിൽ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമാണോ? അല്ലാന്ന് നമുക്കും അറിയാം, ബിഗ് ബോസിനും അറിയാം, ലാലേട്ടനും അറിയാം. എന്നിട്ടും അവരെന്തുകൊണ്ടാണ് ഈ ഷോയുടെ ഉദ്ദേശം ഒരു പകുതി സമയത്തോളവും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് പാഴാക്കിയിട്ടുള്ളത്? പലരും അത് വളരെ എൻ്റർടൈനിങ് ആയി കണ്ടിട്ടുണ്ടാവും, എൻഗേജ്ഡ് ആയിട്ട് കണ്ടിരുന്നിട്ടും ഉണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് പലരുടെയും ഉത്തരങ്ങൾക്ക് ലാലേട്ടൻ കൊടുക്കുന്ന മറുപടിയിലുണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയുന്നു, ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടുന്നു, ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം, പക്ഷേ അവിടെ ആവശ്യമുള്ള കാര്യം ഗെയിമാണ്, അത് നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളിത് ശ്രദ്ധിക്കുന്നില്ല എന്ന് ആ ഇരിക്കുന്ന എല്ലാത്തിനും മനസ്സിലാകാൻ വേണ്ടി അത് ആ ഒരു പാറ്റേണിൽ അവതരിപ്പിച്ചതാണ്. പക്ഷേ അപ്പോഴും ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. മനസ്സിലാവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. ഈവൻ പ്രേക്ഷകരും മനസ്സിലാക്കേണ്ടതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മളിതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലാതെ ആവശ്യമുള്ള കാര്യത്തിലേക്ക് എത്തുന്നില്ല. ഈവൻ ആ ചോദ്യങ്ങളൊക്കെ ഒരു പകുതി സമയമാവുന്ന സമയത്ത് എത്തിയപ്പോഴേക്കും എനിക്കും തോന്നി വിഷയങ്ങൾ എന്താ സംസാരിക്കാത്തതെന്ന്. നമ്മളിത് റിവേഴ്സായിട്ടൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എന്താണോ ഇവർ ഈ ബിഗ് ബോസ് ഹൗസിൽ ഈ പാതി ദിവസങ്ങളിൽ അത്രയും ചെയ്തത്, അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് എന്താണോ അതാണ് ലാലേട്ടൻ അവിടെ ചെയ്ത് കാണിച്ചത്. ആവശ്യമില്ലാത്ത, അതായത് ഈ ഗെയിമുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് ഇങ്ങനെ സമയം പോവുകയാണ്. ഇവരാദ്യം നമ്മുടെ അനീഷിനും അക്ബറിനും കൊടുക്കുന്ന ഒരു ഗെയിമുണ്ട്. ആ ഗെയിമിൽ നിന്ന് എനിക്ക് വളരെ വിസിബിളായി തോന്നിയൊരു കാര്യം, അക്ബറിന് ക്യാപ്റ്റൻസിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വലിയ പണിയും അനീഷിന് ഇനി നോമിനേഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ വലിയ പണിയും, ഈ രണ്ട് വലിയ പണികളും ഒഴിവാക്കണമെന്ന് ബിഗ് ബോസിന് വലിയ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. ഒരു ടാസ്കിൽ സ്റ്റാർ കൊടുത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി നോക്കി. ഇപ്പോൾ ഓർമ്മ ഗെയിം കൊടുത്തുകൊണ്ടാണ് അവരിൽ ഒരാൾക്ക് അവരുടെ സൂപ്പർ പവർ തിരിച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടി നോക്കിയത്. അത് കഴിഞ്ഞ് ഈ പറയുന്ന ചോദ്യങ്ങൾ ചോദിച്ച് ക്വിസ് പരിപാടിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞ അനീഷിനും അയാളുടെ സൂപ്പർ പവർ തിരിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അങ്ങനെയാണ്. ഇവരുടെ രണ്ടുപേരുടെയും, അതായത് ഈ ഗെയിമിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പവേഴ്സാണ്, അത് അവർക്ക് തിരിച്ചു കിട്ടണം. കാര്യം അവർ രണ്ടുപേരും നല്ല പ്ലേയേഴ്സാണ് എന്നുള്ളതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നതായിട്ടാണ്. പക്ഷേ ഈ ഗെയിമുകൾക്ക് ഓരോന്നിനുമിടയിൽ ലാലേട്ടൻ പറഞ്ഞു പോയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില ഡയലോഗുകളുണ്ട്. ഓർമ്മയുടെ ഗെയിം അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അനീഷിനോടെന്നോണം, പക്ഷേ എല്ലാവർക്കും വേണ്ടി ലാലേട്ടൻ പറയുന്നതാണ്, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. തല ചൂട് പിടിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ട്. പിന്നെ ഫുള്ള് ദേഷ്യമല്ലേ, അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കില്ല എന്നുള്ളതാണ്. എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ ദേഷ്യം നിൽക്കുകയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് തല ചൂട് പിടിപ്പിച്ചിരുന്നാൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കാനും പറ്റില്ല. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ. എംറ്റി ബോട്ട് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചും ലാലേട്ടൻ പറയുന്നുണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദേഷ്യത്തിൻ്റെ 10% യഥാർത്ഥ ദേഷ്യം ഉണ്ടാവുള്ളൂ. ബാക്കി 90% ചുമ്മാ ആരോപിക്കുന്നതായിരിക്കും എന്നാണ്. ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്ന് ഈ പുള്ളി ആദ്യം മുതലേ പറയുന്നത് ഈ കാര്യമൊക്കെയാണ്. ഉള്ള സമയം അത് മനോഹരമായി ജീവിക്കൂ, പിന്നെ ആലോചിക്കുമ്പോൾ നാണക്കേട് തോന്നും എന്നുള്ളതാണ്. അത് ഈ ബിഗ് ബോസ് ഹൗസിലുള്ള പല ആളുകളും ഇനി പുറത്തിറങ്ങുന്ന സമയത്ത് അനുഭവിക്കാൻ പോകുന്നൊരു കാര്യം തന്നെയാണ്. ഇവരിതിനകത്ത് പറഞ്ഞു കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും പുറത്തിറങ്ങിയെന്ന് അവർ തന്നെ കാണുന്ന സമയത്ത് അവർക്ക് തന്നെ നാണക്കേട് തോന്നാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ ഓൾറെഡി ആയി. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 50ാമത്തെ എപ്പിസോഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗെയിമിൻ്റെ പകുതി ആയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ ഇത് തന്നെ തുടരരുത് എന്ന് പറയുന്നൊരു മുന്നറിയിപ്പ് പോലെയാണ് ലാലേട്ടൻ ഇതൊക്കെ പറയുന്നത്. നെക്സ്റ്റ് 2 വീക്സ് പ്രഷർ കുക്കറിൽ ഉള്ളതുപോലെയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ അതിനകത്തിരുന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകാം. അതിനുശേഷം ഈ ബിഗ് ബോസ് ആ ഒരു തീം സോങ് ഉണ്ടല്ലോ, അത് ആരാണ് മ്യൂസിക് ചെയ്തത്, അതിൻ്റെ സിംഗർ ആരാണ്, ലിറിസിസ്റ്റ് ആരാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ലിറിസിസ്റ്റ് ആരാണെന്നുള്ള ചോദ്യത്തിൽ ഒരുവിധം എല്ലാവരും വീണു. അതിൽ സിംഗർ ആരാണെന്നുള്ളത് കുറച്ച് ആളുകൾക്കറിയാം. സിംഗറും മ്യൂസിക് ഡയറക്ടറും ആരാണ് എന്നുള്ളത് അക്ബറിന് അറിയാമായിരുന്നു. ഇപ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ് ബാക്കിയുള്ളവരോടായിട്ട്, ഒന്നും അറിയാതെ ഇങ്ങോട്ട് പോന്നേക്കാണ്. നിങ്ങൾ ഈ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കുക, ഇതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കുക, നിങ്ങൾ മത്സരാർത്ഥികളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന തീം സോങ്ങിനെ കുറിച്ചും അറിയില്ല, ബാക്കി കാര്യങ്ങളിലും നിങ്ങൾക്കറിവില്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും അറിയും, ഇടപെടും, അതിനെക്കുറിച്ച് പറയും. അതായത് അറിയാൻ പാടില്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം എല്ലാവരും പോയി ഇടപെടുന്നുണ്ട്, വെറുതെ ബഹളം വെക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അതൊക്കെ അറിയാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ മാറി ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് പെരുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയാം എന്ന് വിചാരിക്കും. ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും, ഇടപെട്ട് കുളവാക്കുകയും ചെയ്യും. ഇതിലും വ്യക്തമായിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക? ആര്യൻ ലിറിസിസ്റ്റ് സന്തോഷ് വർമ്മയാണെന്ന് പറയുമ്പോഴേക്കും എന്ന് പറയുന്ന ഒരു സംഭവം ഇറക്കുന്നുണ്ട്. ആ സമയത്ത് ലാലേട്ടൻ പറയുന്നത്, മോനെ ഇതൊക്കെ അങ്ങ് വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാം, അറിയില്ലെങ്കിൽ അറിയില്ല. കാര്യങ്ങൾ കുറച്ചും കൂടി കൃത്യമായി, ക്ലിയറായി, സ്ട്രെയിറ്റായി കൊണ്ടുപോകൂ എന്നുകൂടി അതിനൊരു ധ്വനിയുണ്ട്. അടുത്തതാണ് ഏറ്റവും പ്രധാനം. ബ്രെയിനിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കൂ, ഫ്രഷ് തോട്ട്സ് കൊണ്ടുവരൂ. അതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരൊക്കെ ഒരുപക്ഷെ ആദ്യ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അത് തന്നെ ഒരു ടോപ്പിക്കാക്കി കണ്ടൻറ്റാക്കി ആളുകളെ അധിക്ഷേപിച്ച് അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരൂ. ഇവിടെ കുറേ ദിവസമായില്ലേ, 19 ദിവസമായിട്ട് നിങ്ങൾക്ക് പുതിയൊരു കണ്ടൻറ്റ് കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ്. ഇതൊക്കെ പറയുന്ന സമയത്ത് ഷാനവാസിൻ്റെ മുഖത്തൊരു വലിയ ചിരിയുണ്ട്. എൻ്റെ ഷാനവാസ് ഖാ, നിങ്ങളോടാണിത് പറയുന്നത്. നിങ്ങൾ ഈ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അതിൽ ജീവിക്കല്ലേ, ഈ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് വരൂ എന്നൊരു അർത്ഥം കൂടി അതിനില്ലേ എന്നൊരു സംശയം ഇല്ലാതില്ല. ലാലേട്ടൻ്റെ ഒരു സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, മറ്റേ ലാസ്റ്റ് വാണിംഗ് ആണ്. ഈവൻ നമ്മൾ പോലും ട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. ഏതാണ്ട് അതിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഏകദേശം 3 ക്വസ്റ്റ്യൻ പുള്ളി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതിൽ ആദിലയുടെ അടുത്തെത്തുമ്പോൾ ആദിലയ്ക്ക് ഒരു മറുപടി പോലെ അദ്ദേഹം പറയുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ആളാണ് ആദില എന്നുള്ളതാണ്. ആദിലെ, നീ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളിൽ അനാവശ്യമായി കയറി ഇടപെടുന്നുണ്ട്. അത് അവസാനിപ്പിക്കേണ്ട സമയമായി, നമുക്കൊക്കെ അത് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് ആദില മനസ്സിലാക്കിയാൽ ആദിലയ്ക്ക് കൊള്ളാം. ഈ വെജ് നോൺ വെജ് ഒരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിലായിട്ട് ജിഷിനോടായിട്ട് ലാലേട്ടൻ പറയുന്നത് ഇങ്ങനെയാണ്: ടാസ്ക് തരുമ്പോൾ വ്യക്തിപരമായി എടുക്കാതെ കളിക്ക്, വൃത്തിയായി ചെയ്യൂ, വൃത്തികേടായി ചെയ്യാതിരിക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരും വൃത്തികേടായിട്ടാണ് അവിടെ ഈ ടാസ്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ടാസ്കിൽ അങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടറിൽ നിന്ന് ചെയ്തു എന്നാണ് വിചാരിക്കുന്നതെന്നാണ്. എൻ്റെ പൊന്നു ഷാനവാസേ അല്ല എന്നുള്ള അർത്ഥത്തിൽ ലാലേട്ടൻ ഒരു 2 സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ എന്നോടാണ് ചോദിച്ചിരുന്നെങ്കിൽ ഞാനിത് ഇങ്ങനെയായിരിക്കും ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ യൂണിഫോം ഇട്ടിട്ടില്ല പക്ഷേ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത്, അതങ്ങ് ചെയ്തു കൊടുത്താൽ കഴിഞ്ഞില്ലേ, പിന്നെ നിങ്ങളോടൊന്നും പറയാനില്ലല്ലോ. പക്ഷേ ഷാനവാസ് ആ സമയത്ത് ഈഗോയും പിടിച്ചു നിന്നു. ലാലേട്ടൻ പറയുന്നത്, ഞാനായിരുന്നെങ്കിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ആ 1 മിനിറ്റ് സമയമെടുത്ത് അത് ചെയ്തു കൊടുത്തേനെ എന്ന് ലാലേട്ടൻ അവതരിപ്പിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, ഷാനവാസ് ഈ നെവിനെയൊക്കെ കളിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ബസ് സ്റ്റാൻഡ്, ലോഡ്ജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുമല്ലോ. അങ്ങനെ ഏതെങ്കിലും ഈ ലോഡ്ജുകളിൽ മാത്രം താമസിക്കാതെ കുറച്ച് സ്റ്റാൻഡേർഡുള്ള ഹോട്ടൽസിൽ താമസിക്കുകയാണെങ്കിൽ ഈ ജോലിയോട് ആത്മാർത്ഥതയുള്ള, ഗസ്റ്റിനെ നന്നായി ഡീൽ ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യുക എന്നുള്ളത് ഷാനവാസിന് കണ്ടറിയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവരെല്ലാം ടാസ്ക് വിട്ടിട്ട് ഭയങ്കര ഈഗോയിലേക്ക് ഫോക്കസ്ഡ് ആയിപ്പോയി. നമ്മൾ ഈ ലോഡ്ജും ഹോട്ടൽ എന്ന് പറയുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് കേട്ടിട്ട് ലോഡ്ജ് ഒരു ഭയങ്കര താഴ്ന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു ലോഡ്ജിൽ ഒരു പക്ഷേ അവർക്ക് അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാവില്ല, ഒരു സ്റ്റാഫ് ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള നിർബന്ധം ഉണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ മൂഡിനനുസരിച്ച് റിയാക്ട് ചെയ്തു എന്ന് വരും. എന്നാൽ അതേസമയം നമ്മളൊരു സ്റ്റാർ ഹോട്ടലിലേക്ക് ചെന്നാൽ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു രീതിയുണ്ട്, ഇങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെ പറയാവൂ, ഇന്ന വാക്കുകളും ഇന്ന രീതിയിലൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞാണ്. അതിന് ലോഡ്ജിൽ ജോലി ചെയ്യുന്ന ആളുകളും ലോഡ്ജ് നടത്തുന്ന ആളുകൾക്കൊക്കെ ഒന്നും നമ്മളെന്തോ കുറച്ച് കണ്ടു എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടാവണ്ട. പക്ഷേ ഷാനവാസ് കുറച്ചും കൂടി നന്നായി ഡീൽ ചെയ്യുന്ന ആൾക്കാരുമായി ഇടപഴകിയിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിപ്പോയി. ലാലേട്ടൻ കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഷാനവാസിൻ്റെ ലവ് ലെറ്റർ വായിക്കുന്ന സമയത്ത് ലാലേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഈ സ്നേഹം എന്നോട് മാത്രമല്ല എല്ലാവരോടും ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തത് ഒരു തെറ്റാണ് എന്ന് പറഞ്ഞാൽ പോലും താങ്ക് യു ലാലേട്ട എന്ന് പറയുന്ന ഒരാളാണ് ഷാനവാസ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ പറയുന്നതെന്ന് സത്യമായും എനിക്ക് സംശയമുണ്ട്. ഈ അഭിലാഷിനടുത്ത് ലവ് ലെറ്ററിനെ കുറിച്ച് എല്ലാവരോടും ലവ് ലെറ്ററിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അഭിലാഷിലേക്ക് എത്തുമ്പോൾ അഭിലാഷ് പറയുന്നത്, ഞാൻ ലവ് ലെറ്റർ കൊടുത്ത ആൾ വീട്ടിലിരുന്നത് കാണുന്നുണ്ടാവും എന്നുള്ളതാണ്. കാരണം പുള്ളി പ്രേമിച്ച ആളെ തന്നെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. ആ സമയത്ത് ലാലേട്ടൻ പറയുന്ന കൗണ്ടർ ഇങ്ങനെയാണ്, വീട്ടിലിരിക്കുന്നവർ എല്ലാം കാണുന്നുണ്ടാവും. അതായത് നിങ്ങളവിടെ പാരലലി കാണിച്ചു കൂട്ടുന്ന എല്ലാ വൃത്തികേടുകളും, ആൾക്കാരെ മാറ്റിയിരുത്തി ഈ ഒളിഞ്ഞും പാത്തും രാത്രിയൊക്കെ ഇരുന്ന് സംസാരിച്ച് കൂട്ടുന്ന പല കാര്യങ്ങളും വീട്ടുകാർ കാണുന്നുണ്ടാവും എന്നുള്ളൊരു വാണിംഗ് ആണ് ലാലേട്ടൻ അവിടെ കൊടുക്കുന്നത്. ഈ സീസൺ തുടങ്ങിയ ശേഷം ഒരുപാട് തവണയായി ലാലേട്ടൻ കമഴ്ത്തി വെച്ച കുടങ്ങളിൽ വെള്ളം ഒഴിക്കുന്നു. ഇതങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി നമുക്ക് നെവിൻ്റെ വിഷയം ഇവരെങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് പറയാം. ത്രൂ ഔട്ട് ദ എപ്പിസോഡ് നമ്മൾ നെവിനെ കാണുമ്പോൾ സത്യമായും സങ്കടം ഉണ്ടായിരുന്നു. അയാളുടെ മനസ്സിൽ ഒരുപാട് സങ്കടവും അതിൻ്റെ ഭാരവും, അയാൾ തന്നെ പറഞ്ഞതുപോലെ മനസ്സിൽ ഓരോരോ സ്ട്രെസ് ഉണ്ടാവില്ലേ, ആ സ്ട്രെസ്സിൻ്റെ ഭാരമൊക്കെ ആയിട്ട് അയാൾ ലിറ്ററലി തല കുനിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും അവസാനം ലാലേട്ടൻ ഗുഡ് നൈറ്റ് പറഞ്ഞ സമയത്തും എൻ്റെ വിഷയം അപ്പോൾ ഇവിടെ ആർക്കും ഒരു വിഷയമല്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു നോട്ടവും നെവിൻ നോക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുന്നത് സങ്കടമാണ്. എന്നിരുന്നാൽ പോലും ലാലേട്ടൻ പറഞ്ഞും പറയാതെയും ഒക്കെ പറഞ്ഞ നെവിന് നീതി കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെന്ന് തോന്നുന്നു. നെവിന് ആദ്യമായിട്ട് ഈ കാര്യത്തിൽ ഇപ്പോൾ ഷാനവാസ് ഉന്നയിച്ച വിഷയത്തിൽ നെവിൻ ആദ്യമായിട്ട് നീതി കിട്ടുന്നത് ഹൗസ് മേറ്റ്സിനടുത്തു നിന്നാണ്. ഈ ഒരു വിഷയം മുന്നിലേക്ക് വന്നപ്പോൾ അതൊരു വലിയ ഡിസ്കഷൻ ആയ സമയത്ത് എല്ലാവരും പ്രത്യക്ഷത്തിൽ നെവിനോടൊപ്പം നിന്നു. ഇപ്പോൾ മറ്റ് പല വിഷയങ്ങളും വരുന്ന സമയത്ത് ആളുകൾ രണ്ടായിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ അനീഷ് മാത്രമാണ്, അതും അനീഷ് നെവിനെ കുറ്റക്കാരനായി പറഞ്ഞിട്ടില്ല. ഷാനവാസിനോട് പറയുന്നതും നീ കുറ്റക്കാരനല്ലാത്തടത്തോളം നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ പോകും എന്നുള്ളതാണ്. സോ ബിഗ് ബോസ് ഹൗസിലുള്ള മുഴുവൻ ആളുകളും ഷാനവാസിന് പാതി സപ്പോർട്ടോടുകൂടി
നിൽക്കുന്ന അനീഷിനെ ഒന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ മുഴുവൻ ആളുകൾ തന്നെയും നെവിനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. അത്രയും ആളുകൾ നെവിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അയാൾക്ക് ഉറപ്പാവുന്ന നീതിയാണ്. അതിനുശേഷം ലാലേട്ടൻ ഓരോ ആളുകളെ, ഈ നോമിനേറ്റഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ എണീപ്പിച്ച് നിർത്തിയതിന് ശേഷം നെവിനെ ഇരുത്തുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്. കാരണം നെവിൻ പറയുന്നത് എല്ലാ ആഴ്ചയും ഇവിടെ എഡിറ്റ് നിൽക്കുന്ന സമയത്ത്, എന്നെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ വിളിച്ചാൽ വരാൻ തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നതെന്നാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത്, മോനെ നീ ഇങ്ങോട്ട് വരണ്ട, നിന്നെ ആളുകൾക്കൊക്കെ ഇഷ്ടമാണ്, നീ ധൈര്യമായിട്ട് അവിടെ ഇരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് പറയുന്ന രീതി എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ് നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. ആൾക്കാർക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ നെവിൻ ഇത്രയും നാൾ അവിടെ നിന്നത്. ഞാൻ കളിക്കാൻ വന്ന ആളാണ്, കളിച്ച് ജയിക്കും എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. ലൈഫ് അങ്ങനെയല്ലേ, ചലഞ്ചസ് ഒക്കെ അല്ലേ നമ്മുടെ മുന്നിലേക്ക് വരിക. ഈ ഞാൻ പോലും ഇവിടെ എനിക്ക് ലാലേട്ടനോട് ഭയങ്കര സ്നേഹമൊക്കെ തോന്നിയ, റെസ്പെക്റ്റൊക്കെ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നെവിൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് നെവിൻ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ലാലേട്ടൻ പറയുന്നത്, ഞാനും ഇതുപോലെ ഒരുപാട് ചലഞ്ചസ് നേരിട്ടിട്ടാണ് ഇവിടം വരെ എത്തിയത് എന്നുള്ളതാണ്. അതായത് മോഹൻലാൽ അയാളുടെ ജീവിതത്തിനാണ് നെവിൻ്റെ മുന്നിലേക്ക് ഉദാഹരണമായിട്ട് വെച്ച് കൊടുക്കുന്നത്. മോനെ നീ ഇതിലൊന്നും തളരില്ലേ, ഇതിലും വലുത് ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ എന്നോട് ഞാൻ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ എത്തിയിട്ടുള്ള ഒരാൾ പറയാണ്, ഞാനും നിന്നെപ്പോലെ ഇതുപോലെ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടാണ് വന്നതെന്ന്. ആക്ച്വലി അയാൾ എന്നെയും അയാളെയായിട്ട് കമ്പയർ ചെയ്യുകയാണോ എന്ന് തോന്നുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ഉണ്ട്. അതായത് ഒന്നുമല്ല, നീ ഇതിനെ നേരിടാൻ തയ്യാറാവുകയാണെങ്കിൽ നീ നാളെ ഞാൻ നിൽക്കുന്നിടത്ത് എത്താൻ പ്രാപ്തരാകും എന്ന് നമ്മളോടൊരാൾ പറയുന്നത് പോലെയാണ്. അത് ആക്ച്വലി നെവിന് കൊടുക്കേണ്ടിയിരുന്ന ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ഭീകരമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഈ പറയുന്ന സങ്കടവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിൽക്കുമ്പോഴേ നമുക്ക് പുറത്തുനിന്ന് വരുന്ന പോസിറ്റീവ് എലമെൻ്റ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതാണ് ആക്ച്വലി ലാലേട്ടൻ ഫസ്റ്റ് പറയുന്നത്. ഈ തലയൊക്കെ ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കുമ്പോൾ ഉള്ളിൽ ഒരുപാട് ദേഷ്യവും ഫ്രസ്ട്രേഷനും ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളെ ഉള്ളിലേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. നെവിൻ ആ പറയുന്ന സങ്കടത്തിൻ്റെ എലമെൻറ്റ് മാറ്റി നിർത്തിയിട്ട് എന്താണ് എന്നോട് ലാലേട്ടൻ പറഞ്ഞത് എന്നൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. നെവിനോട് പറയുന്നത്, നമ്മൾ കരയാൻ പോയാൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ, നീ കരയേണ്ട കാര്യമില്ലട കുട്ട എന്ന് ലാലേട്ടൻ അങ്ങ് പറയാം. നെവിൻ വിജയിക്കാൻ വന്ന ആളാണ്, അല്ലെങ്കിൽ നമ്മൾ വിജയിക്കാൻ വന്ന ആളാണ്. അതുകൊണ്ട് നെവിൻ മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകർക്ക് നെവിനെ ഇഷ്ടമാണ്, യു ആർ സേവ്ഡ് എന്നാണ്. ലാലേട്ടൻ തൻ്റെ കാര്യം പറഞ്ഞു, എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ചലഞ്ചസ് നേരിട്ടിട്ടുണ്ട് മോനെ, നീയും അങ്ങനെ കുറച്ച് ചലഞ്ചസിലൂടെ മുന്നോട്ട് പോവാണ്, അങ്ങനെ പോയാലേ നിനക്ക് വലിയ ഹൈറ്റ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ, നീ കരയേണ്ട ആളൊന്നും അല്ല, പ്രേക്ഷകർക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നീ ധൈര്യമായിട്ട് അവിടെ ഇരിക്കും, നീ നിൻ്റെ ഗെയിമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകൂ എന്ന് നെവിനോട് പറയുമ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്തുനിന്ന്, പ്രേക്ഷകരുടെ അടുത്തുനിന്ന്, ലാലേട്ടൻ്റെ അടുത്തുനിന്ന് നെവിന് നീതി ഉറപ്പാകുകയാണ്. ഇനിയിപ്പോൾ ആകെ ബാക്കിയുള്ളത് ഷാനവാസാണ്. ഷാനവാസ് മനസ്സിലാക്കേണ്ട കാര്യം അയാൾ എന്ത് വൃത്തികെട്ട രീതിയിലാണ് ഇപ്പോൾ ഗെയിം കളിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നെവിൻ്റെ ഭാഗത്തു നിന്നുള്ള അയാളോട് ഇടപഴകുന്ന രീതി അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ അൺകംഫർട്ടബിളായി. ആ കാര്യത്തിൽ നമ്മൾ 100% ഷാനവാസിനൊപ്പമാണ്. അയാൾക്ക് അൺകംഫർട്ടബിളായി തോന്നുകയും നെവിനോട് പറയുകയും നെവിൻ ഇത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അവിടെ വെച്ച് ആ പ്രശ്നം തീർന്നു, അല്ലെങ്കിൽ ആ പ്രശ്നം അവരിതിനു മുമ്പ് പരിഹരിച്ചിട്ടുള്ളതാണ്. പക്ഷേ പിന്നീടൊരു വിഷയം ഉണ്ടാകുമ്പോൾ, ഇത് ഷാനവാസ് ഇന്നു ഇന്നലെ തുടങ്ങിയല്ല, ഇതിനു മുമ്പുള്ള പല സിറ്റുവേഷൻസിലും ഓപ്പോസിറ്റുള്ള ആൾക്കാരോട് ഗെയിം കളിച്ച് നിൽക്കാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ അയാളുടെ ഈഗോ ഹേർട്ട് ആവുകയോ ചെയ്യുന്ന സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുകൊണ്ട് വന്ന് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുക, അവരുടെ പേര് ചീത്തയാക്കാൻ ശ്രമിക്കുക, വ്യക്തിഹത്യ നടത്തുക എന്ന് പറയുന്നത്, അതിപ്പോൾ ശരത്തിൻ്റെ കാര്യത്തിൽ ഷാനവാസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വേറെയും ഉദാഹരണങ്ങളുണ്ട്. അതേ കാര്യം തന്നെയാണ് നെവിൻ്റെ കാര്യത്തിലും. നെവിനുമായിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ് അയക്ക് ജയിക്കാൻ പറ്റില്ല, അയാളുടെ ഈഗോ ഭീകരമായിട്ട് ഹേർട്ടായി. നെവിൻ വിട്ടുകൊടുക്കുന്ന ഒരാളുമല്ല. സ്വാഭാവികമായും നെവിനെതിരെ അയാൾക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു വലിയ ആരോപണമായിരുന്നു അത്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി കിട്ടാൻ പോകുന്ന ഒരു സപ്പോർട്ടും അയാളുടെ ഉള്ളിലുണ്ടാവണം. പക്ഷേ ഈ വിഷയം പറഞ്ഞതിന് ശേഷം ആളുകൾ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് ഷാനവാസിന് തൻ്റെ തെറ്റ് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരു ഈഗോ അയാളുടെ ഉള്ളിലുണ്ട്. എന്നാൽ പോലും രാത്രി ആദിലയും നൂറയുമായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാലേട്ടൻ വരികയാണെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ ഇരിക്കുകയായിരുന്നു എന്ന് പറയുന്നൊരു കാര്യം ഈ പുള്ളി എടുത്തിടുന്നുണ്ട്. ആ സമയത്ത് നൂറ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തിനാ മാപ്പ് പറയുന്നത്? ആ സമയത്ത് ഷാനവാസിന് ആക്ച്വലി ഉത്തരവില്ല. പക്ഷേ അവിടെ കിടന്ന് തട്ടിത്തടഞ്ഞ് കഷ്ടപ്പെടുന്ന ഷാനവാസിനെ നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് പ്രേക്ഷകർക്കും ആദിലേക്കും നൂറയ്ക്കും ഒക്കെ വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്താണ് ഷാനവാസിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത്. അത് ഒരു പാറ്റേൺ ആയിട്ട് ഇയാൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പാറ്റേൺ ഇനി ആവർത്തിക്കരുത് എന്നുകൂടി ലാലേട്ടൻ കീറിക്കളഞ്ഞ കാർഡിലുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ ഷാനവാസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വളരെ മോശം ഭാഷ ഉപയോഗിക്കുക എന്നുള്ളതും ഫിസിക്കലി വളരെ അഗ്രസീവായി ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നെവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അയാളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഭാഷ നമുക്ക് ക്ഷമിക്കാൻ തോന്നാത്ത ഒരു ഭാഷാ പ്രയോഗം തന്നെയാണ്. ഇപ്പോൾ ലാലേട്ടന് ഷാനവാസ് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ലാലേട്ടനോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിട്ട്, ലാലേട്ടാ നിങ്ങൾ എന്ത് മനുഷ്യനാണെന്നാണ് ചോദിക്കുന്നത്. ലാലേട്ടൻ തിരിഞ്ഞു നിന്ന് ചോദിക്കേണ്ടായിരുന്നു, നീയൊക്കെ എന്ത് മനുഷ്യന്മാരാടാ, ഞാൻ ആദ്യത്തെ വീക്കെൻഡ് മുതൽ പറയുന്നതല്ലേ നല്ല ഭാഷ സംസാരിക്കുക, നല്ല രീതിയിൽ ഇടപെട്, ഇവിടെ ഫിസിക്കൽ പരിപാടികൾ, ഫിസിക്കൽ അഗ്രഷൻ ഒന്നും കാണിക്കല്ലേ എന്നിയാൾ എത്ര കാലമായി പറയുന്നു. അങ്ങേരോട് ഈ ലവ് ലെറ്ററിൽ കാണിച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ 10% സ്നേഹം ഷാനവാസിൻ്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ അയാളെ വീണ്ടും ഈ വിഷയം പറയിപ്പിക്കുന്ന ഒരവസ്ഥ
അവസ്ഥയിലേക്ക് ഷാനവാസ് എത്തിക്കുമായിരുന്നു. മാത്രമല്ല അതിനുശേഷം അഭിലാഷിനോടായി പറയുന്ന, പക്ഷേ എല്ലാവരും കേൾക്കേണ്ട കാര്യമാണ്, വീട്ടിലിരിക്കുന്ന എല്ലാവരും ഇത് കാണുന്നുണ്ടാവും, നിങ്ങൾ പുറത്തിറങ്ങിയ ശേഷം ഇതൊക്കെ കാണുമ്പോൾ വിഷമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. പക്ഷേ ഷാനവാസ് ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറായിട്ടില്ലെങ്കിൽ, ഇതിപ്പം നമ്മൾ ബിഗ് ബോസിനോടാണ് പറയുന്നത്, എല്ലാ പ്രാവശ്യവും ലാലേട്ടനെ കൊണ്ട് ലാസ്റ്റ് ചാൻസ് കൊടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഷാനവാസ് ഇത് മനസ്സിലാക്കണം. ബിഗ് ബോസ് ഇത് എങ്ങനെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നു, ഷാനവാസ് ആസ് എ വ്യക്തി തിരുത്തി മുന്നോട്ട് വരാൻ തയ്യാറുള്ള ഒരാളാണെങ്കിൽ അയാൾക്കറിയാം അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന്. അല്ലെങ്കിൽ ലാലേട്ടൻ വരുമ്പോൾ മാപ്പ് പറയാൻ റെഡി ആയിരിക്കേണ്ട കാര്യം എന്താണ്? ലാലേട്ട എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട്, എനിക്കൊരു ബുദ്ധിമുട്ടാണ്, ബിഗ് ബോസിനോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട് എന്ന് ബിഗ് ബോസിനോട് പറയണമായിരുന്നു. ബിഗ് ബോസിനോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്, നെവിനുള്ള ഒരു സ്പേസിൽ എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അയാൾ എന്നെ അസ്വസ്ഥനാക്കുന്നു എന്ന് പറയാൻ എന്താണ് ഷാനവാസിന് പറ്റാത്തത്? ഷാനവാസിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ എപ്പിസോഡ് ത്രൂ ഔട്ട് ഷാനവാസിൻ്റെ മുഖത്തുള്ള ചിരി. തുടക്കത്തിൽ അത് ഉണ്ടായിരുന്നില്ല. ഷാനവാസിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ലാലേട്ടൻ ഇത് എടുത്തിടും, അയാളെ എടുത്ത് പൊരിക്കും എന്നുള്ളത്. പക്ഷേ ഈ വിഷയം എടുക്കില്ല എന്നായി മനസ്സിലായത് നിങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തേക്കൂ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ സംസാരിച്ചപ്പോഴാണ്. അല്ലെങ്കിൽ തലയ്ക്കകത്തുള്ള ഈ കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റൂ എന്ന് ലാലേട്ടൻ പറയുമ്പോൾ ഷാനവാസിന് ക്ലൂ കിട്ടി, ഈ വിഷയം എടുത്തു മാറ്റാൻ കൂടിയായിരിക്കും പറയുന്നത്, ഈ വിഷയം പറയില്ലായിരിക്കും. പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അനീഷിന് വേണ്ടി റിയാക്ട് ചെയ്യുന്നതും ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യുന്നതും ലാലേട്ടൻ്റെ അടുത്തുള്ള ചിരിയും കളിയും ഒക്കെ കാണുമ്പോൾ ഷാനവാസ് എക്സ്ട്രാ ഡോസ് ഹാപ്പിനെസ്സിലായിരുന്നു. കാരണം ഈ വിഷയം എടുക്കുന്നില്ല എന്ന് പറയുന്ന അയാളുടെ തിരിച്ചറിവാണ്. ഷാനവാസ് സന്തോഷിക്കേണ്ടത് ഈ വിഷയം എടുക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവിലല്ല, ഈ വിഷയത്തിൽ കൂടി തനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്, ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറാവണം എന്നുള്ളതാണ്. പക്ഷേ പുള്ളിയുടെ ഇതുവരെയുള്ള പാറ്റേൺ വെച്ച് ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ പുള്ളി ചെയ്യുന്നത് ഈ സമയത്ത് ഒന്നെങ്കിൽ സോറി പറഞ്ഞു വിടും, അല്ലെങ്കിൽ ഈ പറയുന്ന ചിരിയും കളി ഹാപ്പിനെസ്സും ആയിട്ടിരുന്നിട്ട് ഇതേ പരിപാടി വീണ്ടും ആവർത്തിക്കും. ലാലേട്ടൻ ഒരിക്കലും ആ ചീട്ട് കയറിയതാണ്, ഇനിയും ആ ചീട്ട് പൊക്കി പിടിക്കാതിരുന്നാൽ നന്നായിരുന്നു. ലാലേട്ടൻ പോയതിന് ശേഷം ഇതേ കാര്യങ്ങൾ വീണ്ടും സാഡായിട്ടിരിക്കുന്ന നെവിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബിന്നിയെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് മത്സരാർത്ഥിയായിട്ടാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കേണ്ടതാണ്, ആ കാര്യമാണ് ലാലേട്ടൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് എന്നുള്ള കാര്യം നെവിന് വേണ്ടിയിട്ട് ബിന്നി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി അതൊരു നല്ല ജസ്റ്ററായിരുന്നു. കാരണം നെവിൻ അവിടെ നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നൊരു തോന്നൽ ഉള്ളിൽ കിടക്കുമ്പോൾ ലാലേട്ടൻ ആ പറഞ്ഞതിൽ ഇങ്ങനെ കുറച്ച് അർത്ഥങ്ങളും കൂടിയുണ്ട്, അത് ഈ വിഷയത്തിനെ തന്നെ അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും നീ നിൻ്റെ ഗെയിമുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു കൊടുക്കാൻ നല്ലൊരു സുഹൃത്ത് അവിടെ ഉണ്ടാവും. നമ്മൾ പറഞ്ഞല്ലോ, അയാളുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളും ഈ പറയുന്ന ആത്മാഭിമാനത്തിനേറ്റ ക്ഷതമൊക്കെ ഉണ്ട്. അത് മാറ്റി വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ മനസ്സിലാവണമെങ്കിൽ നല്ലൊരു സുഹൃത്തിരുന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അങ്ങനെ ഒരു നല്ല സുഹൃത്ത് അവിടെ അയാൾക്കുണ്ടാവുകയാണെങ്കിൽ, അത് ബിന്നിയെന്നല്ല ആരാവുകയാണെങ്കിലും നല്ല കാര്യമാണ്. ബിന്നി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നത് കേൾക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട് ദാറ്റ് മേക്ക് സെൻസ് എന്നുള്ളത്. ആ സെൻസിലേക്ക് അയാൾ തിരിച്ചു വന്ന് അയാളിലെ ആ പൊട്ടൻഷ്യൽ ഗെയിമർ പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വീണ്ടും അവിടെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. 50 ദിവസങ്ങളോളം ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതും ഇനി അങ്ങോട്ട് തുടരുക എന്നുള്ളതും 50ാമത്തെ ദിവസം ആവാൻ പോകുമ്പോൾ നെവിനോട് പറഞ്ഞു യു ആർ സേവ്ഡ് എന്നാണ്, പ്രേക്ഷകർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നാണ്. അയാൾ അടുത്ത ആഴ്ച ഇവിടെ ഉണ്ടാവും. അയാൾ എങ്ങനെയാണ് ഇനി ഈ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി ഗെയിം കളിക്കുന്നതെന്ന് കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, കാത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞു പോകുന്ന ഹോട്ടൽ ഗെയിമിനെ കുറിച്ച് ലാലേട്ടൻ ഓരോരുത്തരായിട്ട് ചോദിക്കുന്നതാണ്. എല്ലാവരോടും ചോദിച്ചതിന് നമുക്ക് മനസ്സിലാവുന്ന രത്നച്ചുരുക്കം എന്ന് പറയുന്നത്, നിങ്ങൾ ആരും നേരെ ഈ ഗെയിം കളിച്ചിട്ടില്ല, എല്ലാവരും ഇതെല്ലാം പേഴ്സണലായിട്ട് എടുത്ത് നിങ്ങളുടെ ഈഗോ ഒക്കെ കാണിച്ച് നിങ്ങളൊരു വളരെ മോശം രീതിയിൽ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാതെ ടാസ്ക് ലെറ്റർ വായിക്കാതെ ആ ഗെയിം കുളമാക്കി കളഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്ത കുറച്ച് ആളുകളൊക്കെ അവിടെയുണ്ട്. അതിനിടയിൽ സാബുമാൻ്റെ ഒരു പവറിനെ കുറിച്ച് നമ്മൾ ആ ഒരു എപ്പിസോഡ് അനലൈസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സാബുമാൻ ഒരു കാര്യം, ഒരാൾ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അയാളുടെ വടി ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് മൂവ് ചെയ്താൽ അത് നടക്കും എന്നാണ് അവരുടെ വിശ്വാസം എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ലാലേട്ടന് ചോദിക്കുന്നുണ്ട്, സാബുമാൻ ഒരു പവറൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്ത് പറ്റി എന്നുള്ളത്. അപ്പോൾ സാബുമാൻ പറഞ്ഞു, ഞാൻ കുറച്ച് ആളുകളുടെ വിഷൊക്കെ ഓക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്നും നടന്നില്ല ലാലേട്ട എന്നുള്ളതാണ്. അപ്പോൾ ആ അനുഗ്രഹം വാങ്ങിച്ചത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആ കാര്യം നടക്കാം എന്നുള്ള വരം നേടിയത് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2-3 പേര് പറയുന്നുണ്ട്, അവർ പറഞ്ഞ കാര്യങ്ങളോട് യെസ് പറഞ്ഞിരുന്നു, ഈ പ്രതിമ നടക്കും എന്നുള്ളത് കൊടുത്തിരുന്നു എന്ന്. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ലാലേട്ടൻ അതിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇവർ കോയിൻ പോണ്ടിലേക്ക് ഇട്ടിട്ട് ഒരു കാര്യം പ്രാർത്ഥിക്കുന്നു, സാബുമാൻ്റെ ഒരു കയ്യിലിരിക്കുന്ന വടി മറ്റേ കയ്യിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ആ വിഷ് നടക്കും, അത് നടക്കും എന്നുള്ളത് അകത്ത് പോയി പറഞ്ഞ് ഈ അവകാശം നേടിയെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ കിച്ചണിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ജനറൽ മാനേജർ ആവണം എന്ന് പറഞ്ഞൊരു വരം വേണമെന്ന് പറഞ്ഞാൽ അയാൾ ചോദിക്കുകയും സാബുമാൻ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇവർ ജനറൽ മാനേജറിൻ്റെ സ്ഥാനത്തേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർ തയ്യാറാവണം, അല്ലെങ്കിൽ അത് അവർ ചോദിച്ചു വാങ്ങണം. അവർക്ക് കിട്ടിയിട്ടുള്ള വരമാണ്, ആ പവർ അവർ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആരും അത് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ടാസ്ക് ലെറ്റർ വായിച്ചിട്ടില്ല എന്നുള്ളത്. അതുപോലെ ഷാനവാസിൻ്റെ അടുത്ത് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ അയാൾ ക്യാരക്ടറിൽ നിന്നാണ് ചെയ്തതെന്ന് ഷാനവാസ് വാദിക്കുകയാണ്. അങ്ങനെ അല്ല മോനെ, നിങ്ങളെല്ലാത്തിലും ഇങ്ങനെ കയറി പ്രൊവോക്ഡ് ആവുകയാണ് ചെയ്തത്. അവർ വന്നത് നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാനും സ്നേഹവും വിൽ പവറും ഒക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ലാലേട്ടൻ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അവർ ഇറിറ്റേറ്റ് ചെയ്യും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ
റിയാക്ട് ചെയ്യുമല്ലോ. നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അത് ഈസി ആയിട്ട് പ്രതികരിക്കുക. അല്ലാത്തത് ആ ഒരു രീതിയിൽ ഈ ഗെയിമിൻ്റെ ഒരു അത് ലാലേട്ടൻ തന്നെ ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷാനവാസ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ ആ സംഭവം വളരെ സിമ്പിളായി ചെയ്യാമെന്ന് ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗെയിം കളിക്കാൻ പ്രാപ്തരായിട്ടുള്ള കുറേ ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് ഗെയിം എന്താണെന്നുള്ളത് ഹോസ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. നിങ്ങളെങ്ങനെ കളിക്കണമായിരുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ അനുമോളുടെ പ്ലാച്ചി ഉണ്ട്, അത് ഷിയാസ് കരീം വന്നതിന് ശേഷം ചെയ്തിട്ടുള്ള ഏറ്റവും മോശം ആക്റ്റായിരുന്നു. അനുമോളുടെ പ്ലാച്ചി എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ആ പ്ലാച്ചി എവിടെയെന്ന് ചോദിക്കുന്ന ചോദ്യം മുതൽ അനുമോൾ ക്യാരക്ടറിൽ നിന്ന് വിട്ടു. അനുമോൾ പറയുന്നത് ഗസ്റ്റ് അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തു എന്നാണ്. ആക്ച്വലി പ്ലാച്ചി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഗസ്റ്റാണ്, പുറത്തുനിന്ന് വരുന്നതാണ്, അയാൾക്ക് പ്ലാച്ചിയെക്കുറിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പ്ലാച്ചി ഉണ്ടോ ഇല്ലയോ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അനുമോൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഗസ്റ്റ് ചോദിച്ചുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്തായാലും ആ എറിഞ്ഞു കളഞ്ഞ പരിപാടി അത് മോശമായിരുന്നു എന്നും അനുമോൾക്ക് ആ പാവയെ തിരിച്ചു കൊടുക്കണമെന്നും ബിഗ് ബോസ് തീരുമാനിക്കുകയും ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് പ്ലാച്ചിയെ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും അനുമോളോട് ബിഗ് ബോസിന് ഭയങ്കര സ്നേഹ, അതുകൊണ്ട് ആ പ്ലാച്ചിയെ തിരിച്ചു കൊടുത്തു എന്നുള്ളത്. ആക്ച്വലി അങ്ങനെ സ്നേഹമാണെന്ന് തോന്നുന്നില്ല. ഒന്ന് ഷിയാസ് കരീം പുറത്തുനിന്ന് വന്നിട്ട് ചെയ്തത് വളരെ മോശം കാര്യമാണ്. നിൻ്റെ ഗെയിമിനെ വീക്കാക്കുന്ന, നിൻ്റെ സ്ട്രാറ്റജിയിൽ നീ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കാര്യം ഒഴിവാക്കണം എന്ന് ഇൻഡയറക്റ്റ്ലി ഒരു ക്ലൂ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസ് കാണിക്കൽ ശ്രമമായിരുന്നു അത് വളരെ മോശമാണ്. ഇപ്പോൾ റിയാസ് സലീം വന്നതിന് ശേഷം എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്ന് പറയുന്ന ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട്. അപ്പോഴും ഇന്ന ആൾ ഇന്ന സ്ട്രാറ്റജി വെച്ച് കളിക്കണം, ഇന്ന സ്ട്രാറ്റജി ഉപേക്ഷിക്കണം എന്ന് പറയുന്ന എക്സ്ട്രാ ക്ലൂ കൊടുത്ത് സഹായിക്കൽ പരിപാടിയൊന്നുമില്ല. ഷിയാസ് പക്ഷേ അതാണ് അവിടെ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ സ്വാഭാവികമായും അനുമോൾ ആ പാവയെ വെച്ച് കുറച്ച് ക്യൂട്ട്നെസ് കാണിച്ച് ഒരു തല്ലിപ്പൊളി ഗെയിം ഒരു സൈഡിൽ കൂടി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ വിശേഷിപ്പിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഗെയിം അതങ്ങനെ തന്നെ പോട്ടെ, അനുമോൾക്ക് പറ്റുന്ന രീതിയിൽ കളിക്കട്ടെ. നിങ്ങൾ പുറത്തുനിന്ന് വന്നിട്ട് ക്ലൂ കൊടുത്ത് അനുമോളുടെ ഗെയിം നന്നാക്കാനൊന്നും ഇവിടെ നോക്കണ്ട എന്ന് പറയുന്ന ഒരു മെസ്സേജും കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ആര്യനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് സാരിയൊക്കെ പിടിക്കാൻ പോയത്? നീ അവിടുത്തെ ഗസ്റ്റ് അല്ലേ? അപ്പോൾ ഒരു ഗസ്റ്റ് മറ്റൊരു ഗസ്റ്റിനെ നന്നായി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, നമ്മൾ തിരിഞ്ഞു പോകുമ്പോൾ ഓടിപ്പോയി പാത്രം കഴുകുന്നു, അതുപോലെ ബാത്റൂം കഴുകുന്നു, ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് ആര്യനോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ ജിസേലിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അവിടെ ചപ്പാത്തി പരത്താൻ പോയത്? നിങ്ങളുടെ തോക്ക് എന്താണ് സൂക്ഷിക്കാൻ പറ്റായിരുന്നു? ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ ഹൗസിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അടുക്കളയിലെ കാര്യം അവതാളത്തിലാവാതിരിക്കാൻ വേണ്ടിയാണ് ആര്യൻ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാൻ പോയതെന്ന് ആദില പറയുന്നുണ്ട്. ലാലേട്ടൻ്റെ തിരിച്ചുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അല്ലെങ്കിൽ അവിടെ എല്ലാം നല്ല താളത്തിലാണല്ലോ പോകുന്നത് എന്നുള്ളതാണ്. അഭിലാഷിനെയും നൂറയും അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട്. അത്യാവശ്യം ഇടയ്ക്ക് അഭിലാഷ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അവർ ആ ടാസ്ക് അല്ലെങ്കിൽ ആ ഗെയിം വളരെ വൃത്തിക്ക് ചെയ്തു തീർത്തു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പലരും ഈ കോയിൻ കിട്ടാത്തതിൻ്റെ പേരിലുള്ള സങ്കടങ്ങൾ അമർഷങ്ങളൊക്കെ പ്രകടിപ്പിച്ചപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞു അത് GM തോന്നിയിട്ട് തരേണ്ടതാണ്, അത് അവരുടെ കയ്യിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ അനീഷിനോടും റെനയോടും പറഞ്ഞു അത് അവരുടെ കയ്യിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ മിടുക്കാണ്. അത് നിങ്ങൾ തന്നില്ല എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അത് നേടിയെടുക്കണം. അതുപോലെ തന്നെ നെവിൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് നെവിൻ പലതരം സ്ട്രെസ് ഇല്ലേ ലാലേട്ടാന്ന് ചോദിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്ന മറുപടി സ്ട്രെസ് ഫ്രീ ആവാനാണ് ഇങ്ങനത്തെ ഗെയിംസ് തരുന്നത്. കാരണം ഇവർ കുറേ നാളായല്ലോ വഴക്കം പ്രശ്നമായിട്ടിരിക്കുന്നു. അപ്പോൾ അതിലൊരു സ്ട്രെസ്സിനൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഗെയിം കൊടുക്കുന്നത്. ഇല്ലാത്ത സ്ട്രെസ് എന്തിനാ തലേ കയറ്റുന്നേ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാണ്ഡങ്ങളാണ്, ഒരുപാട് ഇമോഷണൽ ബാഗേജുകളാണ്. ഇതിങ്ങനെ തോളിക്കൊണ്ട് നടക്കേണ്ട ആവശ്യം എന്താണ്? പണ്ട് എങ്ങോ നടന്നൊരു കാര്യത്തെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പണ്ട് എങ്ങോ നടന്നിട്ടുള്ള ഒരു കാര്യത്തെ ഇവിടെ വീണ്ടും കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? ഇവിടെ ഇന്നലെയും നാളെയും ഒന്നുമില്ല, നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അതിനെ ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞതെല്ലാം കൂടി എഴുതി വെച്ചാൽ നമുക്കൊരു മോട്ടിവേഷൻ വീഡിയോ ചെയ്യാം. അതിന് മാത്രം മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് പലർക്കായിട്ട്. അതുപോലെ അനീഷും ഷാനവാസും തമ്മിലുള്ള ഐ ലവ് യു ആസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗിനെയൊക്കെ ലാലേട്ടൻ അഭിനന്ദിക്കുന്നുണ്ട്. ഒരു നല്ല മൊമെൻ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും നമ്മൾ ഈ കഴിഞ്ഞ 10-48 ദിവസം എടുത്ത് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല മൊമെൻറ്റുകളിൽ ഒന്ന് തന്നെയായിരുന്നു അത്. പക്ഷേ ആ നല്ല മൊമെൻ്റ് കൊണ്ട് സംഭവിച്ചത് നമുക്ക് അനീഷ് എന്ന് പറയുന്ന ആ ഒരു ഗെയിമറിൻ്റെ ആകെ ഉണ്ടായിരുന്നൊരു ഗെയിം തൽക്കാലം തീർന്നു പോയിരിക്കുകയാണ്. ഇനി അതെങ്ങനെ അയാൾ റിവൈവ് ചെയ്തെടുക്കും? പ്രത്യേകിച്ച് ഷാനവാസിൻ്റെ ഭാഗത്താണ് തെറ്റ് ചെയ്യുന്ന ലാലേട്ടൻ പറയാത്തടത്തോളം അനീഷ് വീണ്ടും ഷാനവാസിൽ തന്നെ ക്ലിങ് ചെയ്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അനീഷിൻ്റെ ഗെയിം ഇതുവരെ ഉണ്ടായിരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകാൻ തുടങ്ങും. ഈ അനീഷ് ഷാനവാസ് റിലേഷൻഷിപ്പിൽ ഷാനവാസ് കൊണ്ടുവരുന്നൊരു ഫീൽ ഉണ്ട്, അതിനൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഷാനവാസിൻ്റെ റിയാക്ഷൻസ് ഒക്കെ നോക്കൂ. അനീഷിന് ആ പവർ തിരിച്ചു കിട്ടുന്ന സമയത്ത് ഷാനവാസിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ബാക്കിയുള്ളവരെയൊക്കെ വെല്ലുവിളിക്കുന്നത് പോലത്തെ ഒരു സംഭവം കണ്ട എൻ്റെ കുട്ടിക്ക് എന്നൊക്കെ പറയുന്ന പോലെ. അതായത് അനീഷിൻ്റെ ഒരു ഓണർഷിപ്പും പ്രൊട്ടക്ഷനും ഒരു ഗാർഡിയൻഷിപ്പും ഒക്കെ ഇയാൾ ഏറ്റെടുക്കുകയാണ്. മറ്റേ ഇക്കാൻ്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് ആദിലയും നൂറയൊക്കെ കൊണ്ടു നടക്കുന്ന പോലെ അനീഷിൻ്റെയും ആ ഒരു ഓണർഷിപ്പ്, ഇയാളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ
ഇയാൾ ഞാൻ പറയുന്നിടത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരാളെന്നുള്ള രീതിയിൽ അങ്ങനെ ഇതിനെ കാണുന്നുണ്ട്, അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അനീഷിൻ്റെ ഒരു റിയൽ ഗെയിം, അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. എസ്പെഷ്യലി തൻ്റെ ഗെയിമിലും അല്ലാതെയൊക്കെ വളരെ വീക്കായിട്ടുള്ള പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന, മോശം പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഷാനവാസിൻ്റെ ഫ്രണ്ടായി തുടരുമ്പോൾ അനീഷിൻ്റെ ഒരു എല്ലാ നിലപാടും ഉറച്ച ശബ്ദത്തിൽ തുറന്നു പറയും എന്ന് പറയുന്ന ആ ഒരു ഒറ്റപ്പെടലുകാരൻ്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് സൈലൻ്റ് ആക്കപ്പെടും. ഇവരുടെ രണ്ടുപേരുടെയും ഫാൻസ് ഒരു പക്ഷേ ഇത് കാണുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഗെയിം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, മാറ്റമില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ ഗെയിം കൊണ്ട് അല്ലെങ്കിൽ ഈ കോംബോ കൊണ്ട് ആകെ ഇവിടെ ഉപകാരം ഉണ്ടാക്കാൻ പോകുന്നത് ഷാനവാസ് മാത്രമായിരിക്കും. അനീഷിൻ്റെ ഗെയിം പോകെ വീക്കായിക്കൊണ്ടിരിക്കും. ഷാനവാസ് ഇപ്പോൾ ഒന്നും കളിച്ചില്ലെങ്കിലും ഷാനവാസിനൊരു സീരിയൽ ഓഡിയൻസിൻ്റെ ബാക്കപ്പ് ഉണ്ട്, ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അതേസമയം അനീഷിൻ്റെ ഭാഗത്തുനിന്ന് അനീഷ് കുറേയും കൂടി എഫേർട്ട് ഇടുകയും അയാളുടെ നല്ല ഗെയിം പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ്. അയാൾക്ക് അതിനുള്ള എല്ലാ ടാലൻറ്റും ഉണ്ട്. പക്ഷേ ഈ ഷാനവാസിൻ്റെ ഒരു ചിറകിൻ്റെ അടിയിൽ നേരത്തെ ആദിലെ നൂറയൊക്കെ ഇരിക്കുന്നത് പോലെ മറ്റൊരു കോഴിക്കുഞ്ഞായി അനീഷ് ഇരുന്ന് പോവുകയാണെങ്കിൽ അങ്ങനെ ഇരുന്ന് പോവുകയുള്ളൂ. അതിൽ നമ്മുടെ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അനീഷിൻ്റെ ഒരു ഗെയിമിൻ്റെ പവർ മനസ്സിലാവണമെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു റീച്ച് മനസ്സിലാവണമെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റീസൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ ഒരു സ്കിറ്റാണ്. ആ സ്കിറ്റിൽ അനീഷിൻ്റെ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്ന സംഭവമാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ 50 ദിവസം കഴിയുമ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് കണ്ടൻറ്റായി ആളുകൾക്ക് എടുക്കാൻ ആകെ ഉള്ളത് അനീഷിൻ്റെ ഈ സാധനം മാത്രമാണ്. വേറെ ആരുമില്ല. ഷാനവാസ് ഒന്നും പിക്ചറിൽ പോലും ഇല്ല. ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ ഷാനവാസ്കാന്ന് പറയും, കുറേ PR പരിപാടികൾ മാറ്റി നിർത്തിയാൽ ഷാനവാസോ അനുമോളോ ജിസയിലോ ആര്യനോ ഹൂഎവർ ഇറ്റ് ഈസ്, നിങ്ങൾ ആരും എടുത്ത് നോക്കിക്കോളൂ, അനീഷ് പറഞ്ഞതാണ് പുറത്തെ ആൾക്കാരുടെ മനസ്സിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളത്. അത്രയും ടാലൻ്റുള്ള പൊട്ടൻഷ്യലുള്ള ഒരു ഗെയിമറിനെ ഈ ഷാനവാസിൻ്റെ ചിറകിൻ്റെ അടിയിൽ തോൽക്കാൻ പാകത്തിന് ഒളിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ സത്യമായും സങ്കടമുണ്ട്. ഹോട്ടൽ ടാസ്കിൽ നമ്മുടെ ആദില ഉപ്പ് വാരിയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഒനിയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് വാരിയിട്ടൊരു സംഭവം. ആ ചോദ്യം ആദിലോട് ചോദിക്കുമ്പോൾ ഒനിയിലിൻ്റെ മുഖത്തൊരു സന്തോഷമുണ്ട്. അത് തൻ്റെ ഡിഷ് കൊളമാക്കി ആളെ ലാലേട്ടൻ ഇപ്പോൾ ശിക്ഷിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ആയിരുന്നു. ചോദിക്കും ലാലേട്ട ചോദിക്ക് എന്ന് പറയുന്നൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒനിയിലിനോട് ലാലേട്ടൻ ചോദിച്ചത്, അവർ ഉപ്പ് വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഉപ്പോടുകൂടി തന്നെ അത് വിളമ്പണം. എന്നിട്ട് ചോദിക്കുമ്പോൾ പറയണം മുതലാളിയുടെ മോള് വാരിയിട്ടതാണ്, അത് അവർ ഡീൽ ചെയ്യട്ടെ. നിങ്ങളോട് അങ്ങനെ ഡീൽ ചെയ്യുമ്പോൾ നിങ്ങളും അതിനെ ക്രിയേറ്റീവായി ഡീൽ ചെയ്യണ്ടേ. ലാലേട്ടൻ ഉപയോഗിക്കുന്ന കുറേ വാക്കുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ ഗെയിമിനെ ഇങ്ങനെ കാണണ്ടേ, ഇങ്ങനെ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഗെയിം കളിക്കണ്ടേ എന്നൊക്കെയുള്ളതാണ്. അത് ഇവർ ചെയ്യുന്നത് കണ്ടിട്ട് ലാലേട്ടൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടത്. പക്ഷേ ഇവരെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുക എന്നുള്ളതാണ് ലാലേട്ടൻ്റെ ഇപ്പോഴത്തെ വന്നു എന്നുള്ളൊരു ജോലി എന്ന് പറയുന്നത്. നൂറയും ബിന്നിയും നെവിനെയും ഈ ആഴ്ചത്തെ നോമിനേഷൻ പരിപാടിയിൽ നിന്ന് തൽക്കാലം സേഫ് ആക്കിയിട്ടുണ്ട്. തൽക്കാലമല്ല, അവർ ഈ ആഴ്ച സേഫ് ആയിട്ടുണ്ട്. ആ കാര്യം പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ നിർത്തിക്കൊണ്ടാണ് ലാലേട്ടൻ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോയിട്ടുള്ളത്. അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നാളെ അറിയാം. അതുപോലെ തന്നെ ഇനി വൈൽഡ് കാർഡ് എൻട്രി അഥവാ വരാനുണ്ടെങ്കിലും അത് ഈ ആഴ്ച കൊണ്ട് വരേണ്ടതാണ്. 50 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഈ വൈൽഡ് കാർഡ് എൻട്രീസ് വരുമ്പോൾ അത് അവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് കൊടുക്കുന്നത് പോലെ ഒരു സാധ്യതയുണ്ട്. അപ്പം വരികയാണെങ്കിൽ ഒരുപക്ഷെ നാളെ വന്നേക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഈ മോശം പരിപാടികളും മോശമായിട്ടുള്ള സ്ട്രാറ്റജികളും ഇത് വീണ്ടും തുടരെ നിങ്ങൾ ഇറക്കല്ലേ. പഴയ കാര്യങ്ങളൊക്കെ വിടൂ. ഇനി അങ്ങോട്ട് ഫ്രഷ് ആയിട്ടൊരു 50 ദിവസം കിടപ്പുണ്ട്. ഇത് നല്ലോണം ഫോക്കസ് ചെയ്ത് കളിക്കൂ, വിജയിക്കൂ, പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യൂ. അല്ലാതെ വീട്ടിലിരിക്കുന്നവർക്കും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അപമാനമുണ്ടാവുന്ന രീതിയിലുള്ള കഥകൾ പറഞ്ഞ് നടക്കല്ലേ, ഗെയിം സ്ട്രാറ്റജി ഇറക്കല്ലേ എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ലാലേട്ടൻ ഉപദേശിച്ചിട്ടുള്ള ഒരു വീക്കെൻഡാണിത്. ആദ്യത്തെ അരമണിക്കൂർ ആ ക്വിസ് പരിപാടി എന്ന് പറയുന്നത് അത് എന്തിനായിരുന്നു എന്നുള്ളത് ഈ ഹൗസിലുള്ള ആൾക്കാർ മനസ്സിലാക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ഒരുപക്ഷെ പലരുടെയും ഗെയിമിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ അത് മനസ്സിലാക്കുന്നതിലൂടെ സാധിക്കുമായിരിക്കും. എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.